ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് മാഞ്ചസ്റ്റർ റൺവേ വിസിറ്റർ പാർക്കിലാണ്. ഏകദേശം മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരു 10 മൈൽ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടിന് അടുത്ത് തന്നെയാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തൊട്ടടുത്ത് നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡിങ് ചെയ്യുന്നതും വളരെ അടുത്ത് കാണാനും അതിലൊരു പാർക്ക് പോലെ ക്രമീകരിച്ചേക്കുവാണ്. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള സ്ഥലമാണ്. ശരിക്കും പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തികച്ച് ഫ്രീ ആണ്. പക്ഷേ കാറ് കൊണ്ട് വരുന്നവർക്ക് ഒരു പാർക്കിംഗ് ഫീ ഉണ്ട്. 2 മണിക്കൂറിന് 5 പൗണ്ടും 4 മണിക്കൂറിന് 10 പൗണ്ടും. ഇവിടെ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ 12 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം കാറിട്ട് 8 മണി തൊട്ട് 8 മണി വരെയാണ് ഇവിടുത്തെ ടൈം വരുന്നത്. ആ ഒരു ഫുൾ ടൈം നിങ്ങൾക്ക് 12 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു അവസരമായിരിക്കും നിങ്ങൾക്ക് ഫ്ലൈറ്റ് സ്പോട്ടിങ്, വീഡിയോ എടുക്കാനും നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും നല്ലൊരു അവസരമായിരിക്കും. എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു പ്ലേസ് നിങ്ങൾ മിസ് ചെയ്ത് ഒരിക്കലെങ്കിലും ഇവിടെ വരണം. ക്ലൈമറ്റ് നോക്കി വരുവാണെങ്കിൽ നല്ല ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഇവിടെ കഫേ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ എയർലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോപ്പുകളുണ്ട്. ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇവിടെയാണ് കാർ പാർക്ക് വരുന്നത്. കയറി വരുമ്പോൾ നമുക്ക് കൗണ്ടറിൽ ഒരു കോയിൻ കിട്ടും, ഒരു പ്ലാസ്റ്റിക് കോയിൻ. അത് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ തിരിച്ച് കൊടുത്താൽ മതി. അന്നേരമാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. എല്ലാവരും ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഏവിയേഷൻ ഷോപ്പ്. എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ വലിയൊരു കഫേ ഉണ്ട്. ഇപ്പോൾ നല്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും, ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുകൾ, റൈഡുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ഫ്ലൈറ്റിൽ നമുക്ക് കയറാൻ പറ്റും. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുറേ പാർട്സുകൾ, എൻജിൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറി കാണാനൊക്കെ പറ്റും. ജസ്റ്റ് ഒരു മ്യൂസിയം പോലെയാണ് അത് വെച്ചേക്കുന്നത്. വേറെയും ഫ്ലൈറ്റുകൾ അപ്പുറത്തെ സൈഡിലുണ്ട്. അതെനിക്ക് തോന്നുന്നു ബുക്കിംഗ് ചെയ്യണമെന്ന് തോന്നുന്നു. അതെല്ലാ സമയത്തും ഓപ്പൺ അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലൈറ്റിൽ മാത്രമാണ് നമുക്ക് ഉള്ളിൽ കയറി ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പാർട്സ് കാര്യങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത്, ബ്ലാക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കോക്ക്പിറ്റ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഫ്ലൈറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എ മ്യൂസിയം പോലെ. സോ അപ്പോൾ ഇതൊക്കെയാണ് മാഞ്ചസ്റ്റർ വിസിറ്റർ പാർക്കിൽ കാണാനുള്ളത്. ഇടവേളകളില്ലാണ്ട് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്.
ഒത്തിരി നല്ലൊരു തിരക്കുള്ള എയർപോർട്ടാണ് മാഞ്ചസ്റ്റർ എയർപോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. സീ യു.